ലോകകപ്പിന് പന്തുരുളാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ലോകകപ്പ് എന്ന് പറയുമ്പോൾ അവിടെ കളിയും കളിക്കാരും കളിക്കളവും മാത്രമല്ല, അവിടെ ഗാനങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, ഒരുപാട് ഗാനങ്ങൾ ഓരോ ലോകകപ്പിലും വൻ വൈറലാകുന്നതാണ്, പിന്നീടൊക്കെ നമ്മൾ ഏറ്റുപാടാറുള്ളതാണ്. ഇന്ന് ഈ ലോകകപ്പിന് വേണ്ടി ഒരു ട്രിബ്യൂട്ട് ഗാനം എഴുതിയിട്ടുള്ള മലയാളിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. തൃശ്ശൂർ ചാവക്കാട് പാടൂരിനടുത്തുള്ള സഫ്വാൻ എന്നയാളാണ്. അപ്പോൾ പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്, ഗംഭീര പാട്ടാണ്, കേട്ടിരുന്നു. എന്താണ് ഈ ഫുട്ബോൾ ഭ്രാന്തനാണോ? ഫുട്ബോൾ എല്ലാവരെയും പോലെ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിന് കൂടെ ഈ പാട്ടും കൂടി വന്നപ്പോൾ നമ്മൾ ചെയ്തതാണ്. എങ്ങനെയായിരുന്നു ഈ പാട്ടിന്റെ ഒരു അതിലേക്കുള്ള ഒരു പോക്ക്? ഇടയ്ക്കിടയ്ക്ക് എഴുതാറുള്ള ആളാണോ ചില സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ? അതെ, ഞാൻ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ വാറിനെ കുറിച്ച്, സമകാലിക സബ്ജക്റ്റുകളെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ പാട്ടിന് ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് സമൂഹത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഈ വാറിനെ കുറിച്ചിട്ട് ഞാൻ പോർക്കളം എന്ന് പറഞ്ഞൊരു ട്രാക്ക് ചെയ്തിരുന്നു. അതിന് മുന്നേ ഗാസ സബ്ജക്റ്റിൽ ഗാസ എന്ന് പറഞ്ഞൊരു ട്രാക്ക് ചെയ്തിരുന്നു. ഇന്ന് നമ്മളിപ്പോൾ വേൾഡ് കപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ആവേശം നമുക്കറിയാം. ഒരുപാട് ഫ്ലെക്സുകളും കട്ടൗട്ടുകളും എന്താ പറയുക പന്തയങ്ങളും എല്ലാം ഉണ്ടാവുന്ന, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അത്രയും ആവേശത്തോടു കൂടെ കാണുന്ന ഈ സ്പോർട്സിന് കേരളത്തിൻ്റെ ഒരു ട്രിബ്യൂട്ടായിട്ട്, ഇതിനകത്ത് ഒരു ടീമിന് സ്പെസിഫിക് ടീം ഒന്നുമില്ല, കേരള മ്യൂസിക്കൽ കൾച്ചറും വെസ്റ്റേൺ മ്യൂസിക്കൽ കൾച്ചറും കൂടി കൊളാബ് ചെയ്തുകൊണ്ട് നമ്മുടെ തിത്തിത്താരയും ഓലയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പാട്ടിലേക്ക് ഇതിന് റെൻഡർ ചെയ്യുന്നത്. അങ്ങനെയാണ്. ദെൻ എല്ലാ ചേരുവകളും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് റാപ്പുണ്ട്, മലയാളം റാപ്പുണ്ട്, സ്വരങ്ങളുണ്ട്, എല്ലാം കൂടെ കൂട്ടി ഒരു കേൾവിക്കാരനും അതിൻ്റെ വിഷ്വൽസ് കാണാൻ പോകുന്നവർക്കും ആ ഒരു ഇറ്റ്സ് എ പെർഫെക്റ്റ്ലി ട്രിബ്യൂട്ട് ഫ്രം കേരള എന്നൊരു കൺസെപ്റ്റിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇടിമിന്നൽ ചേർന്നാടും കാൽപന്തിൻ കാൽപ്പടയോട്ടം എരിയുന്ന കനലേന്തും ചികയും നീ മാന്ത്രിക താളം ഞൊടിയിടയിൽ നിറം മാറും ശരഗതിയിൽ തളം മാറും വലയങ്ങൾ കുലുങ്ങുന്നിതാ ദ്രുതഗതിയിൽ ഇടം മാറും സ്വരഗതികൾ ഇടഞ്ഞാടും അലയടികൾ ഉയരുന്നിതാ. അതിനകത്ത് എംപുരാൻ സിനിമയിലെ ടൈറ്റിൽ സോങ് ഒക്കെ പാടിയിട്ടുള്ള ആനന്ദ് ശ്രീരാജ് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടാണ്, പുള്ളിയാണ് പാടിയിരിക്കുന്നത്. മലയാളം റാപ്പ് പാടിയിരിക്കുന്നത് വിശാഖ് ചന്ദ്രനാണ്. പിന്നെ എൻ്റെ കൂടെ ഫഹദ് എന്ന് പറഞ്ഞ ഒരാളും കൂടി സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ 4 പേര് കൂടിയാണ് പാട്ട് ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷ് റാപ്പ് ആനന്ദ് ശ്രീരാജ് പുള്ളിയാണ് എഴുതിയിരിക്കുന്നത്. വിശാഖാണ് മലയാളം റാപ്പ് ചെയ്തിരിക്കുന്നത്. പുലരവേ കാൽപന്തിൻ മാമാങ്കം തുടങ്ങവേ അതിരുകൾ മായവേ ചടുലഗാനങ്ങൾ ഒഴുകവേ. ഞാൻ എപ്പോഴും അർജന്റീന ഫാനാണ്. പക്ഷേ എനിക്കൊരു ആഗ്രഹം ഇത്തവണ റൊണാൾഡോക്ക് അത് അർഹിക്കുന്നുണ്ട് എന്നുള്ളൊരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന ഒരാളെ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതെ, കഴിഞ്ഞ തവണ കുറേ മറ്റ് ടീമുകളുടെ ആരാധകര് മെസ്സി കപ്പടിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ മെസ്സി കപ്പടിച്ചിരുന്നു. ഇത്തവണ റൊണാൾഡോ കപ്പടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അർജന്റീനക്കാരനെ കാണുന്നു. അർജന്റീന ആരാധകരൊക്കെ ഇത് സഹിക്കുമോ അല്ലെങ്കിൽ അവരങ്ങനെ ആഗ്രഹിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇദ്ദേഹത്തിന്റെ പാട്ട് ഗംഭീരമാണ്. ഇവിടെ നിന്ന്, നമ്മുടെ ദുബായിൽ നിന്ന് ഇത്തരത്തിൽ കേരള ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ലോകകപ്പിന് വേണ്ടി ഒരു പാട്ടിറക്കുക, അതിങ്ങനെ ക്ലിക്കാകുക എന്ന് പറഞ്ഞാൽ അത് അടിപൊളിയാണ്. തുടർന്നും എല്ലാവിധ ആശംസകളും നേരുകയാണ്. മുഹമ്മദ് റഹീസ്, 24, ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.